Good evening all. As the second part of delegation event model, here we discuss about event classes. One of the main part of delegation event model. We also have known that events are objects and are generated by the source event source object. Event source. Okay, let's start with the event classes. What are event classes? All events are represented as classes in Java. As usual, everything in Java is in reference model. Okay, then at the top level of Java event hierarchy, event object എന്നുള്ളൊരു ക്ലാസ് ആണുള്ളത്. ഒബ്ജക്റ്റ് വൈസ് നോക്കുമ്പോൾ ഇവൻ്റ് ഒബ്ജക്റ്റ് എന്നുള്ളൊരു ക്ലാസ് അത് കിടക്കുന്നത് യൂട്ടിൽ പാക്കേജിലാണ്. ഇതിൻ്റെ സബ്ബായിട്ടുള്ള AWT ഇവൻ്റ് വരുന്നത് AWT പാക്കേജിലാണ്. ഓക്കെ, ഇനി അതിൻ്റെയും സബ്ബായിട്ടുള്ള AWT ഇവൻറ്റിലാണ് നമ്മളുടെ എല്ലാ ഇവൻറ്റ്സും, അതായത് നമ്മൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഇവൻറ്റ്സും വരുന്നത്. അപ്പോൾ ഹൈറാർക്കി എന്ന് പറയുന്നത് ഇവൻ്റ് ഇതാണ് എല്ലാവരുടെയും പിന്നെ സൂപ്പർ ക്ലാസ്. അതിൻ്റെ ഒരു സബ്ബാണ് AWT ഇവൻ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇവൻ്റ് ഒബ്ജക്റ്റിന് രണ്ട് ജനറൽ മെത്തേഡ്സാണ്. സ്പെസിഫിക് ആയിട്ട് സ്പെഷ്യലൈസ്ഡ് വെർഷൻസ് വേറെ വരാം. എനിവേ 2 മെത്തേഡ്സാണ്, ഗെറ്റ് സോഴ്സ് ആൻഡ് ടു സ്ട്രിങ്. ഗെറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ആ സോഴ്സ് ആരാണ് ഈ ഇവൻറ്റിനെ ജനറേറ്റ് ചെയ്തത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടു സ്ട്രിങ് എന്ന് പറയുന്നത് എന്ത് ഇവൻ്റാണ് ഇപ്പോൾ നടന്നതെന്ന് സ്ട്രിങ് ആയിട്ട് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മളുടെ AWT event സ്റ്റാറിൻ്റെ അകത്ത് വരുന്ന ഓരോ ഐറ്റംസാണ് ആക്ഷൻ ഇവൻറ്റ്. ഈ ആക്ഷൻ ഇവൻ്റ് എന്താണ്? ഒരു ബട്ടണിൽ സിംഗിൾ ക്ലിക്ക്, അല്ലെങ്കിൽ ലിസ്റ്റ് ബോക്സിലെ ഡബിൾ ക്ലിക്ക്, അതുമല്ലെങ്കിൽ ഒരു മെനു ഐറ്റത്തിൽ ക്ലിക്ക്, ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇവൻറ്റിനെയാണ് ആക്ഷൻ ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം മാത്രം ആയാലും മതി ഈ ആക്ഷൻ ഇവൻറ്റിൻ്റെ കേസിൽ നമുക്ക് പറയാം. പിന്നെ ഗെറ്റ് മാസ്ക്, മെറ്റാ മാസ്ക്, ഷിഫ്റ്റ് മാസ്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ കൺട്രോൾ പ്ലസ് ഷോർട്ട് കീസ്, അങ്ങനെ അൾട്ട് അങ്ങനെ കൊടുക്കുമല്ലോ, അതൊക്കെ സെറ്റ് ചെയ്യാനും അത് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഹൈലൈറ്റ് ചെയ്യാതെ ഡിമ്മാക്കി ഇട്ടിട്ടുള്ളത്. വേണ്ടവർക്ക് അത് വായിക്കാം, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ആക്ഷൻ ഇവൻ്റ് എന്താണെന്ന് ജസ്റ്റ് പറയാം, എന്നിട്ട് അതിൻ്റെ 3 മെത്തേഡ്സ് അതറിഞ്ഞിരിക്കണം. ഓക്കെ, ഗെറ്റ് ആക്ഷൻ കമാൻഡ്, അതായത് ഒരു സ്ട്രിങ് അസോസിയേറ്റഡ് വിത്ത് ദ ആക്ഷൻ, ആ ആക്ഷനുമായിട്ട്, അതായത് നമ്മളുടെ ബട്ടനാണല്ലോ ഈ ആക്ഷൻ ഇവൻ്റ് ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ അതിൻ്റെ ഗെറ്റ് ആക്ഷൻ കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ബട്ടൻ്റെ പേര് വെച്ച് നമുക്ക് തരുന്ന ആളാണ് ഗെറ്റ് സോഴ്സ്. ഓക്കെ, ഗെറ്റ് ആക്ഷൻ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓക്കെ ബട്ടൺ ആണെങ്കിൽ ഓക്കെ വെച്ചിട്ടാണ് ഓക്കെ എന്നുള്ളതാണ് ആര് റിട്ടേൺ ചെയ്യാം, ആ ബട്ടൻ്റെ ക്യാപ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ആളാണ് ഗെറ്റ് ആക്ഷൻ കമാൻഡ്. ഓക്കെ, ഗെറ്റ് മോഡിഫയേഴ്സ് അതാണ് ഒരു ബട്ടൻ്റെ ഷോർട്ട് കട്ട് അങ്ങനെയുള്ള ഐറ്റംസാണ് ഗെറ്റ് മോഡിഫയേഴ്സ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഗെറ്റ് സോഴ്സ് റിട്ടേൺ ചെയ്യുന്നത് ആ ഒരു സോഴ്സ് ഇവൻ്റ് ഫയർ ചെയ്തത് ആരാണോ അയാൾ. അപ്പം ആക്ഷൻ ഇവൻ്റ് എന്നുള്ള ആക്ഷൻ യൂസറിൻ്റെ ഒരു ആക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് ഏതൊക്കെ ആക്ഷൻസ് ആണെന്ന് സ്പെസിഫിക്കായി പറയണം. അതിന് കാരണം എന്താണ്? ഇവിടെ നോക്കി നോക്കൂ, ആക്ഷൻ ഇവൻ്റ് ഈ ആൾക്കാരാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ പറയണം. അതേസമയം കോമ്പോണൻ്റ് എന്നൊക്കെ വരുമ്പോൾ ജനറലാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇവൻറ്റിലേക്ക് പോവുകയാണ്. ഐറ്റം ഇവൻറ്റ്. ആൻ ഐറ്റം ഇവൻറ്റ് ഈസ് ജനറേറ്റഡ് വെൻ എ ചെക്ക് ബോക്സ്, ലിസ്റ്റ്, ചോയ്സ്, പിന്നെ അതേപോലെ ചെക്ക്ഡ് മെനു ഐറ്റം, ഇതൊക്കെ സെലക്റ്റഡ് ഓർ ഡിസെലക്റ്റഡ്, അങ്ങനെ 2 ഐറ്റംസ് ആയിട്ട് വരുമ്പോഴാണ് ഐറ്റം ഇവൻറ്റ് വരുന്നത്. അപ്പോൾ ഐറ്റം ഇവൻറ്റിന് 2 ഇൻറ്റീജർ കോൺസ്റ്റൻറ്റുകളുണ്ട്. ഡിസെലക്റ്റഡ് ആണോ സെലക്റ്റഡ് ആണോ അവരുടെ സ്റ്റേറ്റ് കാണിക്കുന്ന 2 കോൺസ്റ്റൻറ്റുകളുണ്ട്.
പിന്നെ ഐറ്റം സ്റ്റേറ്റ് ചേഞ്ച്ഡ്, ഒരു ചേഞ്ച് സംഭവിച്ചോ എന്ന് കാണിക്കുന്ന മറ്റൊരു കോൺസ്റ്റൻറ്റും കൂടെ ഉണ്ട്. പിന്നെ അവരുടെ കൺസ്ട്രക്ടർ അത് നിങ്ങൾ വല്ലതും പറയണമെന്നില്ല, കാരണം നമ്മളിവിടെ ഓൺലി ഒബ്ജക്റ്റ് ക്രിയേഷനേ ഉള്ളൂ. നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല, തന്നെ അങ്ങ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൺസ്ട്രക്ടറിൽ എന്തൊക്കെ പാസ് ചെയ്യുന്നു നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്, ഡീഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അത് ഞാൻ വിട്ടുപോയതാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ, നോ പ്രോബ്ലം. പിന്നെ ഇവിടുത്തെ 2 മെത്തേഡുകൾ അവിടെ നമ്മൾ കണ്ടത് ഗെറ്റ് ആക്ഷൻ കമാൻഡ്, ഗെറ്റ് മോഡിഫയേഴ്സ്, ഗെറ്റ് സോഴ്സ്. ഇവിടെ ഗെറ്റ് ഐറ്റം എന്ത് ഐറ്റമാണെന്ന്, ഇപ്പോൾ മെയിൽ ഓർ ഫീമെയിൽ ഉണ്ട്, അപ്പോൾ ആ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള വരും, അതാണ് ഗെറ്റ് ഐറ്റം. ഗെറ്റ് സ്റ്റേറ്റ് ചേഞ്ച്ഡ്, മാറ്റം മാറിയോ, ആ മാറ്റം എന്താണ്, സെലക്റ്റഡ് ആണോ ഡീസെലക്റ്റഡ് ആണോ, ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ്. ഇനി നെക്സ്റ്റ് കീ ഇവൻറ്റിലേക്ക് പോവുകയാണ്. ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലൊന്ന് പേഴ്സണലി ചോദിക്കണം. നിങ്ങളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആക്ഷൻ ഇവൻ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഏത് ബട്ടനാണ് ആക്ഷൻ ഇവൻ്റ് ഉണ്ടാക്കിയതെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് സോഴ്സ്. ഇനി ബട്ടൻ്റെ പേര് വെച്ചിട്ടാണ് അത്, ബട്ടൻ്റെ ക്യാപ്ഷൻ വെച്ച് കിട്ടാനാണ് ഗെറ്റ് ആക്ഷൻ കമാൻഡ്. ഗെറ്റ് മോഡിഫയേഴ്സ് ആ ബട്ടണുമായി റിലേറ്റ് ചെയ്ത ഷോർട്ട് കട്ട് കീസാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോർട്ട് കട്ട് കീ ക്ലിക്ക് ചെയ്തു, അപ്പോൾ ആ ബട്ടൺ ആക്റ്റീവായി. ഓക്കെ, നിങ്ങൾക്കറിയാലോ Ctrl+C ആയാലും കോപ്പിയാണ്, മെനുന്ന് എടുത്താലും കോപ്പിയാണ്. അപ്പോൾ ഏത് ആക്ഷനാണ് യൂസർ ഉണ്ടാക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക, അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടി, അത് വഴിയാണോ എന്നൊക്കെ നോക്കാനാണ് ഈ 3 മെത്തേഡുകൾ അവർ തന്നിട്ടുള്ളത്. ഐറ്റം ഇവൻറ്റിൻ്റെ കേസിലുള്ളവരാണ് ഐറ്റം ഇങ്ങോട്ട് കിട്ടണം, അതേപോലെ ഇപ്പോൾ സെലക്ട് ആണോ ഡീസെലക്റ്റ് ആണോ എന്ന് അറിയണം. ഓക്കെ, ഇനി കീ ഇവൻറ്റ്, ഇത് ശ്രദ്ധിക്കണം. കീ ഇവൻ്റ് എന്ന് പറയുമ്പോൾ കീബോർഡ് വഴിയുള്ള ഇൻപുട്ടിൻ്റെ ടൈമിലാണ് ഇത് ജനറേറ്റ് ആവുക. ഇവിടെയുള്ള കോൺസ്റ്റൻറ്റുകൾ നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കണം, കാരണം ഇത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു കീ പ്രസ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ കീ പ്രസ്ഡും കീ റിലീസ്ഡും നടക്കും. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും നടക്കുന്നതാണ്. പക്ഷേ ഒരു കീ പ്രസ് ചെയ്ത്, ഇപ്പോൾ F1 ഫങ്ഷൻ കീ പ്രസ് ചെയ്തു എന്ന് വെച്ച് ഒരു ടെസ്റ്റ് അവിടെ ഒരു ക്യാരക്ടർ ജനറേറ്റ് ചെയ്യുന്നില്ല. ഒരു ടെസ്റ്റ് ബോക്സിൽ പിന്നെ എന്താ പറയുക, ഒരു ക്യാരക്ടർ അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കീ ടൈപ്പ്ഡ് ആണ്. മനസ്സിലായല്ലോ? 3 കോൺസ്റ്റൻറ്റുകളാണ്: കീ പ്രസ്ഡ്, കീ റിലീസ്ഡ്, കീ ടൈപ്പ്ഡ്. അപ്പോൾ ടൈപ്പ്ഡ് എന്നുള്ളത് നടക്കണമെങ്കിൽ അവിടെ എന്ത് നടക്കണം, ക്യാരക്ടർ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കീ പ്രസ് ചെയ്യുമ്പോഴേ അത് വരത്തുള്ളൂ. മറ്റുള്ള എല്ലാ കീസിനും പ്രസ്സും റിലീസും ഉണ്ടായിരിക്കും. ഇനി ഇവർക്കുള്ള മെത്തേഡുകളാണ് ഗെറ്റ് കീ കെയറും ഗെറ്റ് കീ കോഡും. ഒരു കീയുടെ അപ്പോൾ ഗെറ്റ് കീ കെയർ ആൻഡ് കീ കോഡ്. ഓക്കെ, ആ 2 ഓപ്ഷൻസ് ക്യാരക്ടർ വൈസും കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ കോഡ് യൂണിക്കോഡ് ഓക്കെ അങ്ങനെയും കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള 2 മെത്തേഡ്സാണ്. ഇനി മൗസ് ഇവൻറ്റ്. മൗസുമായി നമ്മൾ എന്ത് ചെയ്താലും അവിടെ ഒരു മൗസ് ഇവൻറ്റ് ജനറേറ്റ് ആവും. ഓക്കെ, ഏത് കോമ്പോണൻറ്റിൻ്റെ മുകളിൽ ചെയ്താലും ആവും. അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൗസുമായി ഇത്രയും ഐറ്റംസ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് എന്താണ്, അത്രയും ഫങ്ഷൻസും അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എനിവേ ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, നമ്മളൊരു ക്ലിക്ക് നടത്തുമ്പോൾ എവിടെ ക്ലിക്ക് ചെയ്തു അവിടുത്തെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കിട്ടാൻ സെപ്പറേറ്റ് ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ പോയിൻ്റ് കിട്ടാൻ, പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ പെയറാണ് കിട്ടുക. ഓക്കെ, പിന്നെ പോപ്പപ്പ് അവിടെ ട്രിഗർ ചെയ്തോ, അതായത് ഇപ്പോൾ റൈറ്റ് ക്ലിക്കൊക്കെ ആണെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഒരു മെനു വന്നോ എന്നറിയാനുള്ളതാണ് ഈസ് പോപ്പപ്പ് ട്രിഗർ. ഗെറ്റ് ക്ലിക്ക് കൗണ്ട്, എത്ര ക്ലിക്കുകൾ നമ്മൾ ക്ലിക്ക് ചെയ്തു എന്നുള്ള കൗണ്ട് കിട്ടാനുള്ള മെത്തേഡും മൗസ് ഇവൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഓക്കെ, അടുത്തത് മൗസ് വീൽ ഇവൻറ്റ്. ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിനെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇത് മൗസ് ഇവൻറ്റിൻ്റെ ഒരു സബ് ക്ലാസ്സാണ്. ഓക്കെ, മൗസിൻ്റെ വീലിൻ്റെ സ്ക്രോളിങ് കൗണ്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ 2 തരം സ്ക്രോളിംഗ് ഉണ്ട്. ബ്ലോക്ക് സ്ക്രോളിംഗ് ഉണ്ട്, യൂണിറ്റ് സ്ക്രോളിംഗ് ഉണ്ട്. അപ്പോൾ ഈ പേജ് അപ്പ് പേജ് ഡൗൺ ആ ഒരു ഇതുണ്ടല്ലോ നമ്മളുടെ ആ ഒരു
മൗസിൽ തന്നെ ഒരു റോളിംഗ് ബട്ടൺ ഉണ്ടല്ലോ, അതുവഴിയാണെങ്കിൽ ബ്ലോക്ക് ആയിരിക്കും. അതേസമയം പതുക്കെ പതുക്കെ ഇങ്ങനെ ആണ് ലൈനപ്പ് ലൈൻ ഡൗൺ, അതാണെങ്കിൽ യൂണിറ്റ് സ്ക്രോളിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് കോൺസ്റ്റൻറ്റുകളായിട്ടുള്ളത്. പിന്നെ ഇഷ്ടംപോലെ ഉണ്ട്, നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. എനിവേ, ഇവിടെ വീലിൻ്റെ റൊട്ടേഷൻ കിട്ടാനുള്ള ഫങ്ഷനുണ്ട്. സ്ക്രോൾ ടൈപ്പ്, അതായത് ബ്ലോക്കാണോ യൂണിറ്റ് ആണോ, സ്ക്രോൾ എമൗണ്ട് എത്ര എമൗണ്ട്, ഈ 3 ഫങ്ഷൻസാണ് കേട്ടോ. ഇനി ടെസ്റ്റ് ഇവൻറ്റ് ഒന്നെങ്കിൽ ടെസ്റ്റ് ഫീൽഡ് അല്ലെങ്കിൽ ടെസ്റ്റ് ഏരിയ. ടെസ്റ്റ് കോമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 പേരും വരും. ഇവിടെ നടക്കുന്ന ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ടെസ്റ്റ് ഇവൻ്റ് അവിടെ ജനറേറ്റ് ആവുക. ടെസ്റ്റ് വാല്യൂ ചേഞ്ച്ഡ്, ആൾറെഡി അതിൻ്റെ അകത്തുള്ള ടെസ്റ്റിൻ്റെ വാല്യൂവിന് എന്തെങ്കിലും ചേഞ്ച് വന്നോ എന്നുള്ളതാണ് ഈ ഇവൻ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ടെസ്റ്റ് ചേഞ്ച്ഡ് ആണ് ഇവിടെ നടക്കുന്ന പരിപാടി. ഓക്കെ, കൺസ്ട്രക്ടറിൻ്റെ എക്സ്പ്ലനേഷനാണ്, സോഴ്സും ആ ടൈപ്പും. ഇനി വിൻഡോ ഇവൻറ്റിലേക്ക് വരികയാണ്. വിൻഡോൻ്റെ സ്റ്റേറ്റിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചോ? ഒരു വിൻഡോനെ ഫോക്കസ് മാറി മറ്റേ വിൻഡോയിലേക്ക് പോയോ, വിൻഡോനെ മിനിമൈസ് ചെയ്തോ, മനസ്സിലായോ, അതിലേക്ക് എൻ്റർ ചെയ്തോ, അതിൽ നിന്ന് പുറത്ത് പോയോ, ക്ലോസ് ചെയ്യുകയാണോ, ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വിൻഡോ ഇവൻറ്റിൽ വരിക. ഓക്കെ, ഇങ്ങനെയുള്ള എന്ത് ആക്ഷൻ നടത്തിയാലും അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇവൻ്റാണ് വിൻഡോ ഇവൻറ്റ്. ഇവിടെ ഗെറ്റ് വിൻഡോ, നമ്മളുടെ വിൻഡോനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഗെറ്റ് ഓപ്പോസിറ്റ് വിൻഡോ, നമ്മളുടെ വിൻഡോയിൽ നിന്നും വേറെ സ്ഥലത്തേക്ക് പോയ വിൻഡോ ഏതാണ് അത്. ഗെറ്റ് ഓൾഡ് സ്റ്റേറ്റ്, ആദ്യത്തെ സ്റ്റേറ്റ് കിട്ടാൻ. ഗെറ്റ് ന്യൂ സ്റ്റേറ്റ്, പുതിയ സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസാണ് വിൻഡോ ഇവൻറ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ഇവൻറ്റ് നടക്കുന്നത് സ്ക്രോൾ ബാർ കോമ്പോണൻറ്റിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഗെറ്റ് അഡ്ജസ്റ്റബിൾ, അതായത് ആരെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ഗെറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൈപ്പ്, അവിടെയുണ്ട് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ടൈപ്പുകൾ. ഗെറ്റ് വാല്യൂ, എത്ര വാല്യൂവിനാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ നോക്കൂ, പിന്നെ ഇത്രയും ഇവൻ്റ് ക്ലാസ്സുകളെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിൽ ഇത്രയും കാര്യങ്ങൾ, എല്ലാവരുടെയും മെത്തേഡും ജനറലി വേണ്ട കോൺസ്റ്റൻറ്റും ഡെഫിനിഷനുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് മാത്രം എഴുതി നിങ്ങൾക്ക് പഠിക്കാം. ഞാനിങ്ങനെ മൊത്തത്തിൽ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത പോർഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി MSCക്കാർക്ക് ഒന്നും കൂടെ നല്ലതാണ്, മറ്റുള്ളവരോടും ചോദിക്കാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല, ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക, ജസ്റ്റ് ഡെഫിനിഷനെങ്കിലും അറിഞ്ഞിരിക്കുക. ഓക്കെ, കോമ്പോണൻ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കോമ്പോണൻ്റാണ്. ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന 9 ഐറ്റംസ് ആയാലും കണ്ടെയ്നേഴ്സ് ആയാലും. അപ്പോൾ ഈ കോമ്പോണൻറ്റുകളുടെ സൈസിന്, പൊസിഷന്, വിസിബിലിറ്റി, ഇതിനൊക്കെ എന്തെങ്കിലും ചേഞ്ച് വന്നോ? നമ്മൾ ചിലവരെ ഹൈഡ് ചെയ്യും, ചിലവർ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കോമ്പോണൻ്റ് ഇവൻ്റ് നടക്കും. ഓക്കെ, ഇനി ഈ ഇവൻ്റ് ജനറേറ്റ് ചെയ്ത കോമ്പോണൻറ്റിനെ കിട്ടാൻ ഗെറ്റ് കോമ്പോണൻ്റ് എന്ന ഒരു ഫങ്ഷൻ നമുക്കുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ആർക്കാണ് സൈസ് റീസൈസ് ആയത് ഒക്കെ നമുക്കറിയാം. ആ ഇവൻ്റ് നടന്നു, അത് ആരുണ്ടാക്കി എന്നറിയണ്ടേ. അപ്പോൾ ഗെറ്റ് കോമ്പോണൻ്റ്, ഗെറ്റ് സോഴ്സിന് പകരമുള്ളതാണ് ഗെറ്റ് കോമ്പോണൻ്റ്. ഇനി കണ്ടെയ്നർ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഒരു കോമ്പോണൻ്റ് ഒരു കണ്ടെയ്നറിലേക്ക് ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ, ആഡ് ആൻഡ് റിമൂവ് ഫങ്ഷൻസ് വർക്ക് ചെയ്യുമ്പോൾ കണ്ടെയ്നറിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതാണ് എന്ത്, കണ്ടെയ്നർ ഇവൻ്റ്. ഗെറ്റ് കണ്ടെയ്നറും ഗെറ്റ് ചൈൽഡും, അതായത് ഗെറ്റ് കണ്ടെയ്നർ എന്ന് പറയുന്നത് അപ്ലെറ്റ് ഓർ ഫ്രെയിം അല്ലെങ്കിൽ പാനൽ. ഗെറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് നമ്മൾ അവരിലേക്ക് ആഡ് ചെയ്ത ഐറ്റം. ഓക്കെ, ഇനി ഫോക്കസ് ഇവൻ്റ് എന്ന് പറയുന്നത് എല്ലാ കോമ്പോണൻസിനും ഉണ്ടായിരിക്കും. അവർക്ക് അവരുടെ ഇൻപുട്ട് ഫോക്കസ് കിട്ടുകയോ പോവുകയോ ചെയ്യുമ്പോഴാണ് ഫോക്കസ്. നമ്മളിങ്ങനെ ഒരു ആപ്ലിക്കേഷനിൽ വന്നിട്ട് ടാബ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കോമ്പോണൻറ്റിലേക്കും ഫോക്കസ് അതങ്ങനെ സെലക്റ്റായി ഹൈലൈറ്റ് ചെയ്ത് വരും. ആ സമയത്തൊക്കെ ഫോക്കസ് കിട്ടി. ഓക്കെ, അവിടെ നിന്ന് പോകുമ്പോൾ മറ്റൊരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ അവർക്കത് നഷ്ടമായി. ഓക്കെ, അതാണ് ഫോക്കസ്.
ഇനി അപ്പോൾ അതാണ് ഗെറ്റ് ഓപ്പോസിറ്റ് കോമ്പോണൻറ്റും ഈസ് ടെമ്പററി എന്നുള്ള ഫങ്ഷൻസാണ്. കാര്യപ്പെട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇൻപുട്ട് ഇവൻറ്റ് ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സാണ്. ആരുടെ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആണെന്നും കൂടെ നോക്കണം. കോമ്പോണൻ്റ് ഇവൻറ്റിൻ്റെ. ഓക്കെ, സബ് ക്ലാസ് ഓഫ് കോമ്പോണൻ്റ് ഇവൻ്റാണ്. കോമ്പോണൻ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്. അതിൻ്റെ ഒരു സബ്ബാണ് നമ്മളുടെ ഇൻപുട്ട് ഇവൻറ്റ്. സൂപ്പർ ക്ലാസ് ഓഫ് കോമ്പോണൻ്റ് ഇവൻ്റ് ഇൻപുട്ട് ഇവൻറ്റ്സ് ആരൊക്കെയാണ്? സൂപ്പർ ക്ലാസ് ആയിട്ട് വരുന്നത് കീ ഇവൻറ്റും മൗസ് ഇവൻറ്റും. കീബോർഡ് വെച്ചിട്ടുള്ളതും മൗസ് വെച്ചിട്ടുള്ളവർക്ക് ഇൻപുട്ട് ഇവൻ്റ് ഉണ്ടാവും. കാരണം കീബോർഡ് വഴിയും മൗസ് വഴിയും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇവൻറ്റുകളുടെ സൂപ്പർ ക്ലാസ്സാണ് ഇൻപുട്ട് ഇവൻറ്റ് കോമ്പോണൻ്റ് ഇവൻറ്റിൻ്റെ സബ്ബുമാണ്. മനസ്സിലായി? അപ്പോൾ ടോപ്പിൽ കോമ്പോണൻ്റ് ഇവൻറ്റ്, അതിൻ്റെ അടിയിൽ ഇൻപുട്ട് ഇവൻറ്റ്. അത് അബ്സ്ട്രാക്റ്റ് ക്ലാസ്സാണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഫങ്ഷൻസ് പൂർണ്ണമല്ല. അതുകൊണ്ട് തന്നെ അവർ പാരൻ്റായിട്ടേ നിൽക്കുള്ളൂ, ഒബ്ജക്റ്റ് ഉണ്ടാക്കില്ല. അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേഷന് വേണ്ടിയുള്ള ചൈൽഡ് ക്ലാസ്സുകളാണ് കീ ഇവൻ്റ് ആൻഡ് മൗസ് ഇവൻ്റ്. അത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. കീ ഇവൻ്റ് പ്രസ്ഡ് ഉണ്ട്, റിലീസ്ഡ് ഉണ്ട്, ടൈപ്ഡ് ഉണ്ട്. മൗസ് ഇവൻ്റ് എന്താണ്? ക്ലിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവൻ്റ് ക്ലാസ്സിലെ ഇവൻറ്റ്സ്. ഇതെല്ലാം നമ്മൾ എവിടെ വരുന്നതാണ്? ഇവൻ്റ് പാർട്ട് ഓഫ് ഡെലിഗേഷൻ ഇവൻ്റ് മോഡലിൽ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.